കാണരുതെന്ന് പറഞ്ഞാൽ നീ കാണുമല്ല. അവിടെ നിൽക്കണം. ഞാനായിട്ട് കണ്ടതല്ല, ഞാൻ ഒളിച്ചിരുന്നത് അവരായിട്ട് കണ്ടതാ. നിനക്ക് മനസ്സിലാവില്ലേ? ഇവിടെ പിടിയാവനെ അങ്ങോട്ട് മാറി. കർത്താവേ, താഴെയും കുഴിയാണല്ലോ. അടിച്ചോ ഒളിക്കടവിൽ അമ്മൂമ്മമാരെ കുളിച്ചും കാണുന്നവരെ അടിച്ചോ. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കേന്ദ്രം പോയി. വേണ്ട എന്നോട് കളിച്ച് ഇങ്ങനെ ഇരിക്കും. ജീവൻ വേണമെങ്കിൽ ജീവപ്പെടുത്തിട്ട് പോടാ. വേണ്ടെന്ന് വിചാരിക്കുമ്പോ എവനൊക്കെ തലേക്കറി. ആവശ്യത്തിന് കഴിച്ചോട്ടോ. ഇവിടത്തെ പറ്റിയർക്കാൻ ഞാൻ അപ്പനെ കൊണ്ട് ലോൺ എടുപ്പിച്ചോളാം. ആവേശത്തിന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്റെ കുടുംബം വിപ്പിക്കൂ. ആരത്? എന്നെ തല്ലേ ചോദിക്കാൻ ആളുണ്ടെന്ന് അമരെന്ന് അറിയട്ടെ. നീ കൊട്ടേഷൻ കൊടുത്താണല്ലേ? ഹേ, അങ്ങനത്തെ തറവേലൊന്നും ഞാൻ ചെയ്യില്ല. പിന്നിതാരാ? ഏതായാലും ചങ്ക് പൊളപ്പ സാധനം തന്നെ. നിനക്ക് മുതലിനെ വന്ന് കിട്ടി. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കിണറ്റിന്ന് കിട്ടിയതാ. കിണറ്റിന്ന് കിട്ടാൻ ഇതെന്താ തവളെ? ചുമ്മാ നമ്പർ ഇറക്കാതെ സത്യം പറ. ഇനി ഇത് പണ്ട് നാട് വിട്ടുപോയെന്ന് ജോസ് ചേട്ടന് മറ്റോ ആണോ? ജോസ് ആണോ? സത്യം? ചിലപ്പോ വീട് അന്വേഷിച്ച് വരുന്ന വഴിക്ക് കാലേറ്റി കിണറ്റിൽ വീണാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ പൊന്നുമോനെ നീ രക്ഷപ്പെട്ടു. ഇനി ഒരുത്തനും നിന്നെ തൊടാൻ ധൈര്യം കാണിക്കില്ല. നീ കുഞ്ഞാടാണെങ്കിൽ ഇത് പുലിയാണ്. വിടാതെ പിടിച്ചോ. മണി ഇപ്പൊ പെട്ടിക്കാള് വരും. ഞാൻ ചെല്ലട്ടെ. അതെ, ഒരു കാര്യം ചോദിച്ച സത്യം പറയൂ. ജോസ് എന്നാണ് പേര്? അല്ല, 12-ാം വയസ്സിൽ ഒളിച്ചോടിപ്പോയി ചേട്ടൻ എനിക്കുണ്ടായിരുന്നേ. ഇപ്പൊ ഏതാണ്ട് ഈ പ്രായം കാണും. ആ ചേട്ടനാണോ ഈ ചേട്ടനെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്തൊന്നും പറയാത്തത്? ഭക്ഷണകാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോ മാത്രമേ വാ തുറക്കൊള്ളുന്നുണ്ടോ? മറ്റെന്തെങ്കിലും കൂടി പറയൂ. ഉച്ചക്ക് ചോറ് അവിടെ കിട്ടും. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല കേട്ടോ. ഇതെന്റെ ജോസേട്ടനാണോന്ന്. ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടി ഞാൻ അങ്ങനെ കണ്ടുപോയി. ഇന്ന് മുതൽ ഇതാണ് എന്റെ ജോസേട്ടൻ. അല്ല, എവിടെ പോണു? ഒരു പണി കിട്ടുമോ നോക്കണം. പിന്നെ പണിയിട്ടം ബെസ്റ്റ് നാടല്ലേ ഇത്? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പണിയിട്ടണതാ. ജോലി ഇവിടെ ജീവിക്കാൻ എന്നെ ജോലിയുടെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പം ജോലി എടുത്തിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അവിടെ ആകുമ്പോ അമ്മച്ചി വയറ് നിറച്ച് ചോറുണ്ടാക്കി തരും. എന്നെ ആർക്കും ഇഷ്ടാവില്ല.
എന്റെ ആർക്കെല്ലാം ഇഷ്ടമായിട്ടാണ് ഞാനവിടെ താമസിക്കുന്നത്. മോനായി പോയില്ലേ, ഒരഡ്ജസ്റ്റ്മെന്റിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർക്ക് പറ്റിപ്പോയില്ലേ. ജോസേട്ടൻ എല്ലാവർക്കും ഇഷ്ടാവും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുത്തും. ജോസേട്ടാ വാ. വാ ജോസേട്ടാ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ അന്വേഷിക്കണു. നീ എന്തൊക്കെ പറഞ്ഞാലും ഊരും പേരും അറിയാത്ത ഒരാളെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റുകയില്ല. അയാളിപ്പോ ഇട്ടിച്ചന്റെ മക്കളെ മുഴുവൻ തോപ്പിക്കുമെന്ന് പറഞ്ഞാലും വേണ്ട. അപ്പൊ ഞാനിവിടെ തല്ലുകൊണ്ട് ചാവുന്നതിൽ ആർക്കും ഒരു വിഷമമില്ല. ധൈര്യമില്ലാത്ത എനിക്ക് ധൈര്യമുള്ള ഒരാളെ ദൈവമായിട്ട് കിണറ്റിലിട്ട് തന്നതാ. എന്നിട്ട് നിങ്ങൾ അത് കണ്ടില്ല നടിക്കരുത്. എടാ, ഇവിടെ 2 പെങ്കൊച്ചുങ്ങൾ ഉള്ളതാ. അതിനെന്താ? വന്നിരിക്കുന്ന അന്യനൊന്നല്ലല്ലോ. പാതിരാത്രി സ്വന്തം വീട് തേടി വന്നപ്പോ പതക്കോ എന്ന് പറഞ്ഞ് കിണറ്റിൽ വീണു. വലിച്ച് കരപ്പേക്കേറ്റി ഇട്ടപ്പോ വ്യത്യസ്തനായ ആ മനുഷ്യനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. ഞെട്ടിപ്പിക്കുന്ന നഗ്ന സത്യ ഞാൻ വഴിയിൽ വെച്ചറിഞ്ഞത്. നീ എന്തൊക്കെയാ പറയുന്നേ? അപ്പനും അമ്മച്ചിയും ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. 18 കൊല്ലം മുമ്പ് ഒളിച്ചോടിപ്പോയ എന്റെ ജോസേട്ടനത്. എന്റെ ജോസേട്ടൻ. പണ്ടും ജോസേട്ടൻ ആ പാത്രത്തിന്റെ ഊട്ടേക്കൂടി സൂര്യനെ നോക്കുമായിരുന്നു. നീ ഞങ്ങളുടെ ജോസുവനാണോ? ശരിയായിട്ടുള്ള ഓർമ്മശക്തിയോ ബുദ്ധിയൊന്നും ഇപ്പൊ ഇല്ല. എങ്ങനെയോ തിരിച്ചു വന്നു. കൂടുതലൊന്നും ചോദിക്കല്ലേ, പിണങ്ങി ഇറങ്ങി പോട്ടോ. സുഖമില്ലാത്ത കുട്ടിയത്. ജോസിന്റെ വലത് കൈമുട്ടിന് മുകളിലായിട്ട് ഒരു കാക്കപ്പുള്ളി ഉണ്ടായിരുന്നു. ഒന്ന് കാണട്ടെ. എന്തോ അപകടം പറ്റി ഓപ്പറേറ്റ് ചെയ്തപ്പോ കയ്യിലെ കാക്കപ്പുള്ളിയൊക്കെ പോയി. പക്ഷെ ജോസ് എന്ന പുള്ളി ഇത് തന്നെയാ. അമ്മച്ചി, ചായക്കടയിൽ പോണ വഴി പണ്ട് സ്കൂളിൽ പോകുമ്പോ എന്നെ ചേർത്ത് പിടിക്കണമല്ലേ പിടിച്ചിട്ട്, സോളൂട്ടാ നിനക്ക് സുഖോലടാന്ന് എന്റെ നെഞ്ചൊന്ന് മിന്നി. അമ്മച്ചി, മോനെ, നീ ഞങ്ങളുടെ ജോസ്മൻ തന്നെയാണോ? എന്റെ ജോസ്മനെ ടച്ച് ചെയ്യാതെ കരഞ്ഞോളൂ അമ്മച്ചി. ദേഹം മുഴുവൻ അഴുക്ക. ഇവിടെ ചാരി അമ്മച്ചി. അതേടെ മക്കളെ, വന്നല്ലോടാ നമ്മുടെ പൊന്നേട്ടൻ. മക്കളെ വാ. പരസ്യമായിട്ട് നമ്മുടെ പിള്ളേരെ തല്ലി ചതച്ചിട്ടും അപ്പച്ചൻ എങ്ങനെയാ അടങ്ങിയിരിക്കാൻ കഴിയുന്നേ? മോനെ ജോണിക്കുട്ടി, ഈ തല്ല് കൊടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു പാടുണ്ട്. ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചിട്ടുള്ളൊരു സാധനമല്ല. ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടും കിട്ടാനുള്ള ഒരു സാധനം കൂടിയാണ്. അത് നിന്റെ അനുജന്മാരെ ഇഷ്ടം പോലെ വാങ്ങിക്കൂട്ടി. എന്നാലും എന്റെ അളിയ, പിള്ളേരെ തല്ലി ചതച്ചതോ പോട്ടെ, ഇവന്റെ ഡിക്കിയിൽ ഇവരെ തിളച്ച വെള്ളം ഒഴിച്ചില്ലയോ? ആരും അറിയണ്ട ഇവന്റെ മാരേജ് ലൈഫ് ഇനി എന്തോ ആകും. വന്നിരിക്കുന്നവൻ ആ കുഞ്ഞാടിന്റെ ചോരയല്ലേ, പകയുണ്ടാവും. ചെറുപ്പത്തിലെ അവൻ കുഴപ്പക്കാരനായിരുന്നു, സൂക്ഷിക്കണം. ആ സമയത്ത് ഞാനില്ലാതെ പോയതാ കഷ്ടായി പോയത്. ഭാഗ്യമായി പോയെന്ന് പറ. ഉണ്ടായിരുന്നെങ്കിൽ നിനക്കും കിട്ടിയേനെ. അമ്മയുടെ ആങ്ങളെയാണെന്ന് ഞാൻ നോക്കില്ല. അടങ്ങ് നീയും കൂടി തോറ്റാ നമ്മുടെ മാനം പോവും. മക്കളെ അക്രമത്തിന് വിടുമ്പോഴും അവരുടെ എണ്ണം കുറയാതെ നോക്കേണ്ടത് ഒരു അപ്പന്റെ കടമയാ. അതുകൊണ്ട് പറഞ്ഞതാ. കേട്ടിടത്തോളം വന്നിരിക്കുന്നവൻ ഒരു സാത്താന്റെ ജന്മമാ. എന്താടി ഒരു ശബ്ദം കേട്ടത്? ഓ, അത് ചേട്ടൻ എന്തെങ്കിലും കണ്ട് പേടിച്ചു വീണതായിരിക്കും. അമ്മച്ചി, ഈ ചേട്ടൻ എന്താ ഇങ്ങനെ പേടിത്തൂരായി പോയത്? ഇവൻ ഇന്നെന്താണാവോ കണ്ടത്? എന്താ മോനെ? കാറ്റുള്ള ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. കാറ്റ് കൊണ്ടത് മതി. മോൻ ഇങ്ങോട്ട് ഒന്ന് കിടക്കാൻ നോക്കൂ. ചേട്ടാ, ചേട്ടാ, ചേട്ടാ. ആരാ നീ? പോയി പായ കിടന്നേ. 4 നിലത്ത് മുട്ടുണ്ട്. യക്ഷിയല്ല. എന്താടാ? അവളെന്താ കണ്ടോ പേടിച്ചു. നീ പായ എടുത്ത് താഴെ കിടക്ക്. ചേട്ടൻ നിന്റെ കട്ടിലേ കിടക്കട്ടെ. അതൊന്നും ശരിയാവില്ല. എനിക്ക് പായ കിടക്കാൻ പറ്റില്ല, നടുവേനെടുക്കും. ജോസേട്ടൻ പറഞ്ഞ
ചൂടുണ്ട്, പുറത്തല്ല കാറ്റാ, ഞാൻ വരാന്ത കിടന്നോളാം. അവനെ അങ്ങനെ വരാന്തെ കിടത്തേണ്ടവനല്ല. നീ പറയുന്ന അനുസരിച്ചാ മതി. ജോസേട്ടന് വരാന്ത കിടക്കണല്ലേ ഇഷ്ടം? ഞാൻ എവിടെ കിടന്നാലും ഉറങ്ങും. അങ്ങനെയാ മോനെ നീ വന്ന്. മോൻ ദേ ഇവിടെ കിടന്നാ മതി. അപ്പ പുതച്ചു കിടക്ക്. വെള്ളം കൊണ്ടുവന്ന് വെക്കട്ടെ മോനെ. ആ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കേണ്ടി വരും. ശ്ശോ, എന്റെ ഓർക്കം പോയി. കണ്ടോടി, എല്ലാവനും ഓർമ്മയുണ്ട്. പണ്ട് കുഴി കുത്താൻ പറഞ്ഞിട്ട് കേൾക്കാത്തതല്ലേ ഞാൻ തല്ലിയത്. ദേ ഒരു പ്രായച്ചിത്തം പോലെ ചെയ്യുന്ന കണ്ടില്ലേ? ഇനി ജോസ്മോന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് കണ്ടാ പോലും വഴക്ക് പറയാൻ നിക്കണ്ട കേട്ടോ. ഏയ്, ഒരുപാട് നേർച്ചയും കാഴ്ചയും വെച്ചിട്ട് തിരിച്ചു കിട്ടിയതാ. എന്താ ഇവിടെ വല്ല പൂച്ചയെ പട്ടി ചത്തോ? ഓ, നിന്റെ അറിവിൽ പറമ്പിൽ കുഴി കുത്തുന്നത് അതിനു വേണ്ടി മാത്രമാണല്ലോ. നിന്നോടൊന്നും നടാൻ പറഞ്ഞിട്ട് കേട്ടായിരുന്നു. എന്റെ മോൻ പറയാതെ തന്നെ ചെയ്യുന്ന കണ്ടോ? അത്രയ്ക്ക് ആഴത്തിൽ കുത്തണ്ട മോനെ. ഓ, ഇതെന്താണിത്? കിണറാ? കിണറ്റിൽ വേണ്ട എന്റെ ഓർമ്മയ്ക്കായിട്ട് കിണർ കുത്തി സ്മാരകം ഉണ്ടാക്കണോ പറമ്പ് മുഴുവൻ? പണിയെടുക്കുകയില്ല, പണിയെടുക്കുന്നവരെ പരിഹസിക്കുകയും. ഓ, ഇത്തിരി ആഴം കൂടിയാലും ചാരവും ചാണകവും ഒക്കെ ഇട്ട് കഴിയുമ്പോ ശരിയായിക്കൊള്ളും. കേരളത്തിലെ മുഴുവൻ പശുവിന്റെ ചാണകവും കൊണ്ടു നിറഞ്ഞു വരും. ഒന്നും മിണ്ടായിരിയടാ. ആവൂ, ഇന്നെങ്കിലും എന്റെ പെങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ പറ്റിയല്ലോ. ഓ ഇത് ജോസേട്ടനാ, വേണപ്പോ എടുത്തു കൂടി. ആ അത് ശരി, അപ്പൊ ഞാൻ ഔട്ടായി. കർത്താവേ, പള്ളിയിലെ മോട്ടറിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കണം കേട്ടുള്ളൂ. ആ ചക്കരക്കൊട്ട പഠിക്കാൻ പോയണ, നന്നായിട്ട് പഠിക്കണോട്ടാ. അവനിപ്പോ സൈക്കിള് വേണമെന്ന് പറഞ്ഞാ ബഹളം. അപ്പച്ചൻ വാങ്ങിച്ചു കൊടുക്കൂല. ആ ഡെങ്കിപ്പനി എലിപ്പനിയൊക്കെ ഒന്ന് വന്നോട്ടെ.